എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിൻ്റെ കരകൗശല നിർമ്മാണത്തിൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പേപ്പർ കൊണ്ട് എങ്ങനെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാം എന്നതാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു കത്രിക വേണം, പിന്നെ ഇത് ക്വില്ലിംഗ് നീഡിൽ എന്ന് പറയും, പിന്നെ അതുപോലെ തന്നെ ജിമിക്കി ഉണ്ടാക്കാനായിട്ട് ക്വില്ലിംഗ് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ട പേപ്പർ. ഇത് നമുക്ക് വേണമെങ്കിൽ സാധാരണ കളർഫുള്ളായിട്ടുള്ള പേപ്പറിൽ നിന്ന് വെട്ടി ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഡുകളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ ഈ ക്വില്ലിംഗ് നീഡിലിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കും. നീഡിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് നമ്മൾ കമ്മലിൻ്റെ സ്റ്റഡ് ഇതിൽ ഇതുപോലെ തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ടെണ്ണം ഉണ്ടാക്കുക. ഇത് ഡബിൾ കളറിലും ഉണ്ടാക്കാം. ഉള്ളിൽ ബ്ലാക്ക് പേപ്പർ ചുറ്റി വൈറ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ അത് അങ്ങനെ എടുത്ത് വളരെ ലൂസാക്കിയിട്ട് എടുത്തതിന് ശേഷം പല ഷേപ്പുകളിലും ആക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിമിക്കിയാണ്. ജിമിക്കിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പറുകൾ ഒട്ടിച്ചെടുക്കുക. ഒത്തിരി ലെങ്ത്തിൽ എടുക്കേണ്ടി വരും. അതിന് ശേഷം ഇതിലെല്ലാം വെച്ചിട്ട് ചുറ്റിയെടുക്കുക. ഇതിനെ മോൾഡ് ചെയ്യാനായിട്ട് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ് ചെയ്ത് ഇങ്ങനെ ഷേപ്പായതിന് ശേഷം ഇങ്ങനത്തെ കമ്പി ഇതിൻ്റെ ഉള്ളിയോടെ കൊടുക്കുക. കട്ട് ചെയ്ത്
ആക്കിയതിന് ശേഷം കൊളുത്തിടുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. ഇതിൽ കൊളുത്ത് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റഡ് ഇതിൽ അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ കമ്മലും ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ സ്റ്റഡും ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 2 റിബൺ എടുക്കുക. റിബണിൻ്റെ സെൻറ്ററിൽ 2 സെൻറ്ററിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം സ്ക്വയർ രൂപത്തിൽ കിട്ടും. അങ്ങനെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഇരിക്കരുത്. അതുപോലെ അത് വീണ്ടും ക്രോസ് ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വയ്ക്കുക. എൻഡ് വരെ ചുറ്റിയതിന് ശേഷം ഈ അധികമുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഈ ഷേപ്പിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ മടക്കിയതിന് ശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഈ എഡ്ജ് ഭാഗം ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം കമ്മലിൻ്റെ കൊളുത്ത് അറ്റാച്ച് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് പേള എന്തെങ്കിലും ഇതിൻ്റെ എഡ്ജിൽ വയ്ക്കാം. അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള കമ്മലുകളാണ് ഇതൊക്കെ. ഞാൻ കാണിക്കുന്നത് ഇത് ഒരു വള ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ വളയുടെ ബേസാണിത്. ഇത് നമുക്ക് ഇതുപോലെ നേരത്തെ നെയ്തെടുത്ത പോലെ എടുത്ത് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫെവിക്കോൾ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു വളയുടെ ഷേപ്പ് കിട്ടി. പിന്നെ ഇത് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ കൊളുത്ത് വെച്ച് കഴിഞ്ഞാൽ മാലയായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് റിങ്ങിൻ്റെ ബേസിൽ ഇത് ഉണ്ടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിങ്ങായിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, റിങ്ങായിട്ട് യൂസ് ചെയ്യാം. ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് പേപ്പറുകൾ എടുത്തിട്ട് നമുക്ക് വളയും കമ്മലും അതുപോലെ തന്നെ റിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പല ഷേപ്പിലുള്ളത് ഇത് കിളിയുടെ ഷേപ്പിലുള്ള ഇതാണ്. പിന്നെ അതുപോലെ ബട്ടർഫ്ലൈ, അതുപോലെ തന്നെ ഫിഷിൻ്റെ ഷേപ്പ്, പിന്നെ ഔളിൻ്റെ ഷേപ്പ്, ഇത് അങ്ങനെ പല പല ഷേപ്പുകളിൽ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് പേപ്പർ കൊണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒട്ടും തന്നെ കോസ്റ്റും വരുന്നില്ല. നമുക്ക് വളരെ നിസ്സാര കോസ്റ്റിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.